ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ 4th യൂണിറ്റ് ആണ്, സീഡ്സ് ഓഫ് ലൈഫ് എന്നാണ് കേട്ടോ. ഈ യൂണിറ്റിന്റെ പേര്. ഇതിൽ പ്ലാന്റ്സിന്റെ വിവിധ പാർട്സിനെ കുറിച്ചും അതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. മലയാളം മീഡിയത്തിലെ ക്ലാസ് ആവശ്യമുള്ള കുട്ടികൾക്ക് ഓൾറെഡി നമ്മൾ അതിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറിയുടെ ഒരു പാർട്ടാണ് തന്നിട്ടുള്ളത്. നോക്കൂ. വൺ ഡേ എ വൈസ് കിങ് ഫെൽറ്റ് ദാറ്റ് ഹി ഷുഡ് ടെസ്റ്റ് ദ ഹോണസ്റ്റി ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ദ കൺട്രി. ദ കിങ് കോൾഡ് ഓൾ ദ ചിൽഡ്രൻ ടു ദ പാലസ്. എവ്രി വൺ വാസ് ഗിവൺ സീഡ്സ്. It was announced that valuable gifts will be given to those who bring the seed after germinating it into a plant after 3 months. Pink, a farmer boy, was also present in the group of children. He buried the seed in the soil of the pot and watered them, but the seeds did not germinate. After 3 months, all the children came to the palace with flowered plants. They all made fun of Pink, who came to the palace with an empty pot. The king examined each one's plants. When he reached Pink, the king was happy. The king said, "This is the winner. Only seeds with life will germinate. The seeds I gave you were lifeless." എന്താ മക്കളെ സ്റ്റോറി? ഒരു ദിവസം ഒരു രാജ്യത്തുള്ള ഒരു രാജാവ് അവിടുത്തെ കുട്ടികളുടെ ഓണസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എത്രമാത്രം ആത്മാർത്ഥരാണ് ആ കുട്ടികളെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരെയും വിളിച്ച് അദ്ദേഹം ഓരോ വിത്തുകൾ കുട്ടികൾക്ക് കൊടുത്തു. 3 മാസത്തിന് ശേഷം ഈ വിത്തുകൾ മുളപ്പിച്ചു വരുന്നവർക്ക്, ആരാണോ വിജയികൾ, അവർക്ക് നല്ല സമ്മാനം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിങ്ക് എന്ന് പറയുന്ന ഒരു കുട്ടി, അതായത് അവിടെയുള്ള ഒരു കർഷകന്റെ മകനായിരുന്നു പിങ്ക്. ഈ പിങ്ക് എന്ത് ചെയ്തു? ഇവന് വിത്ത് കുഴിച്ചിട്ടു, മണ്ണിൽ വിത്ത് കുഴിച്ചിട്ടു, എല്ലാ ദിവസവും വെള്ളം നനച്ചു കൊടുത്തൊക്കെ ചെയ്തു. പക്ഷെ എന്തായി? വിത്ത് മുളച്ചു വന്നില്ല. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിലേക്ക് കുട്ടികൾ എല്ലാവരും കൂടെ കടന്നു വരികയാണ്. എല്ലാ കുട്ടികളുടെ കയ്യിലും നല്ല രീതിയിൽ വളർന്നു വലുതായ ചെടികളും അതിൽ പൂക്കളുണ്ടായ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിങ്കിന്റെ പോട്ട് മാത്രം എന്താണ്? എംപ്റ്റി പോട്ടായിരുന്നു. അതിലൊന്നുമില്ലായിരുന്നു. രാജാവ് എല്ലാ കുട്ടികളുടെയും പോട്ടൊക്കെ ഇങ്ങനെ പരിശോധിച്ച് വന്ന സമയത്ത് പിങ്കിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഹാപ്പിയായി. കാരണം എന്താ? രാജാവ് പറഞ്ഞു, ഇവനാണ് ഇതിന്റെ വിന്നർ. കാരണം ഞാൻ തന്ന സീഡ്സിനൊന്നും എന്താണ്? ലൈഫ്ലെസ് ആണ്. ആ സീഡ്സ് ഒന്നും മുളയ്ക്കുകയില്ല. അതൊക്കെ കേടുവന്ന സീഡ്സ് ആണ്. ഓൺലി സീഡ്സ് വിത്ത് ലൈഫ് വിൽ ഗ്രോ, അല്ലെ? ജീവനുള്ള വിത്തുകൾ മാത്രമേ മുളയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. സോ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മക്കളെ? വിത്തുകൾക്കും ജീവനുണ്ട്, അല്ലെ? അവ എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഈ സ്റ്റോറി പാർട്ടിൽ തന്നിട്ടുള്ളത്. ഹാവ് യു റെഡ് ദ സ്റ്റോറി ഓഫ് പിങ്ക്? Only living seeds germinate, right? Isn't it the life within tiny seeds that grows into even huge trees? അപ്പോൾ ഒരു വിത്തിലുള്ള ഒരു ചെറിയ വിത്തിന്റെ ജീവന് കൊണ്ടാണ് വലിയൊരു മരം തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. Collect a variety of seeds, display the seeds in your class and write about their characteristics. You can include name of the plant, color, size, shape, other features. ഒരുപാട് വിത്തുകൾ, നിങ്ങൾക്ക് മാക്സിമം എത്ര വിത്തുകൾ കിട്ടുന്നു സീഡ്സ് ശേഖരിക്കുക. എന്നിട്ട് ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്പ്ലേ ചെയ്യുക. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നിങ്ങൾ എഴുതുകയും ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ അത് ഏത് പ്ലാന്റിന്റെ സീഡാണ്, അതിന്റെ കളർ എന്താണ്, സൈസ് എങ്ങനെയാണ്, അതായത് സ്മോൾ ആണോ, ലാർജ് ആണോ, മീഡിയം ആണോ, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, പിന്നെ മറ്റ് പ്രത്യേകതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലാസ്സിൽ ജസ്റ്റ് ഒരു അസൈൻമെന്റ് പ്രൊജക്ട് എന്നുള്ള രീതിയിൽ ചെയ്തു നോക്കാവുന്ന ആക്ടിവിറ്റിയാണ് കേട്ടോ. Even though the seeds have life, will all the seeds buried in the soil germinate? Why don't all the seeds germinate? വിത്തുകൾക്ക്, സീഡ്സിന് ജീവൻ ഉണ്ടെങ്കിൽ കൂടി അത് മണ്ണിൽ കുഴിച്ചിട്ട എല്ലാ സീഡ്സും മുളയ്ക്കണമെന്നില്ല, അല്ലേ? അതിന് കുറച്ച് എന്ത് വേണം? ഫാക്ടേഴ്സ് വേണം. എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും ജെർമിനേറ്റ് ചെയ്യാത്തത്, മുളയ്ക്കാത്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ്സിലൂടെയാണ് കേട്ടോ നോക്കുന്നത്. ലെറ്റ് us germinate seeds. What factors are required for germination of the seed? Write down your guess. ഒരു വിത്ത് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം? നിങ്ങളുടെ ഗസ് ആദ്യം എഴുതണം. അപ്പം അതിന് വാട്ടർ വേണം, വെള്ളം വേണ്ടി വരും, പിന്നെ എയർ, വായു വേണ്ടി വരും, പിന്നെ ഫേവറബിൾ ടെമ്പറേച്ചർ, അതിന് പറ്റിയൊരു ടെമ്പറേച്ചർ ആയിരിക്കണം, സൺലൈറ്റ്, മേ ബി സൂര്യപ്രകാശം വേണ്ടി വരും, പിന്നെ അതുപോലെ സോയിൽ, മണ്ണ് വേണ്ടി വരും, അല്ലെ? ഇതൊക്കെ നമുക്ക് ഗസ് ആയിട്ട് എഴുതാം. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് യുവർ ഗസ് ഈസ് കറക്റ്റ്? Let us do the necessary experiment to find it out. നിങ്ങളുടെ ഗസ് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കണം. ആദ്യത്തെ നോക്കൂ. ടേക്ക് സം വെറ്റ് സോയിൽ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് സം പീ സീഡ്സ് ഇൻ ഇറ്റ്. Place it in an area where it will get sunlight. Water should also be given at the required rate to maintain moisture.
ഒബ്സർവ് ഇറ്റ് എവറി ഡേ. വാട്ട് ഓൾ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ്സ് ഗെറ്റ്? ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് നനവുള്ള മണ്ണ് എടുക്കുക. ഈ മണ്ണിൽ കുറച്ച് പയറ് വിത്തുകൾ നിങ്ങൾ പാവി വെക്കുക. എന്നിട്ട് ഇത് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്യുക. ഇതിന് ഇടയ്ക്കിടെ വെള്ളമൊക്കെ നനച്ചു കൊടുക്കുക. എല്ലാ ദിവസവും വാട്ടർ ചെയ്യുക, അതിന് വെള്ളം നനച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് നോക്കുക. അപ്പോൾ ഇതിന് കിട്ടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഈ സീഡിന് സോയിൽ കിട്ടുന്നുണ്ട് അല്ലെ, നമ്മൾ മണ്ണിലാണ് വിത്തിട്ടിട്ടുള്ളത്. അപ്പൊ അതിന് സോയിൽ കിട്ടുന്നുണ്ട്, വാട്ടർ കിട്ടുന്നുണ്ട്, എയർ കിട്ടുന്നുണ്ട്, സൺലൈറ്റും കിട്ടുന്നുണ്ട്. ആർ ഓൾ ദീസ് ഫാക്ടേഴ്സ് നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് ദ സീഡ്? ഈ ഫാക്ടേഴ്സ് എല്ലാം ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുണ്ടോ? നമുക്കറിയില്ല അല്ലെ, നമുക്ക് നോക്കണം. നമുക്ക് ലെറ്റസ് ചെക്ക് വൺ ബൈ വൺ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതായത് ഒരു വിത്ത് മുളയ്ക്കാൻ സോയിൽ ആവശ്യമുണ്ടോ, വാട്ടർ ആവശ്യമുണ്ടോ, എയർ ആവശ്യമുണ്ടോ, സൺലൈറ്റ് ആവശ്യമുണ്ടോ എന്ന് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് നോക്കുന്നത് ഈസ് സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? മണ്ണ്, വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്നാണ്. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദാറ്റ് സോയിൽ ഈസ് നെസസറി ഫോർ ദ സീഡ്സ് ടു ജെർമിനേറ്റ്? How we do it by examining if seed placed without soil will germinate. Put a wet cotton ball in a glass and place the seeds on it. What factors do the seeds gain? What factors do the seeds lose? അപ്പോൾ ഇതിൽ നിങ്ങൾ മണ്ണ് ഇല്ലാതെ, സോയിൽ ഇല്ലാതെ എന്ത് ചെയ്യുക, ഒരു കോട്ടൺ പഞ്ഞി എന്തെങ്കിലും നനച്ചിട്ട് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് അതിൽ ഈ പയർ വിത്തുകൾ ഇടുക. സോ ദ ഫാക്ടേഴ്സ് ദാറ്റ് ദ സീഡ്സ് ഗെറ്റ്, ഈ വിത്തിന് കിട്ടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? വാട്ടർ, എയർ, സൺലൈറ്റ്. ദ ഫാക്ടേഴ്സ് ദാറ്റ് ദ സീഡ് ഡസൻ ഗെറ്റ്, ഈ വിത്തിന് കിട്ടാത്ത സംഭവം എന്താണ്? സോയിൽ. മണ്ണിലല്ല ഇട്ടിട്ടുള്ളത്. അപ്പൊ മണ്ണ് ഇതിന്, സോയിൽ ഇതിന് കിട്ടുന്നില്ല. ഈസ് വാട്ടർ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? അടുത്തത് വാട്ടർ എന്താണ് ആവശ്യമുണ്ടോ എന്ന് നോക്കുന്നതിനുള്ള എക്സ്പെരിമെന്റ് ആണ്. How do you find out if water is necessary for the seed to germinate? Which factor should be kept out of the experiment item? അതിൽ എക്സ്പെരിമെന്റിൽ സീഡിന് കൊടുക്കേണ്ടാത്ത ഐറ്റം എന്താണ്? ഫാക്ടർ എന്താണ്? വാട്ടർ ആണല്ലേ. വാട്ടർ കൊടുക്കാൻ പാടില്ല. പ്ലാൻ ദ എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റ് എങ്ങനെയായിരിക്കുമെന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം എയിം ടു ഫൈൻഡ് ഔട്ട് വെദർ വാട്ടർ is necessary for the seed to germinate. Materials required: glass, dry soil, pea seeds. Procedure: fill a glass with completely dry soil, put 4 or 5 pea seeds in it. The seeds should get normal air, sunlight and atmospheric temperature. Observation: the seeds did not sprout. Okay, അപ്പോൾ conclusion എന്താണ്? Water is necessary for seeds to germinate. Okay, വെള്ളം ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ അത്യാവശ്യമാണ്. Is sunlight necessary for the seed to germinate? Sunlight ആവശ്യമുണ്ടോ എന്നാണ്. How do you find out if sunlight is necessary for the seed to germinate? What factors should be left avoided here? ഇവിടെ നമ്മൾ ഒഴിവാക്കേണ്ട ഫാക്ടർ എന്താണ്? സൺലൈറ്റ് ആണല്ലേ. സൺലൈറ്റ് കിട്ടുന്നില്ല. What changes should be made to the experiment to make this factor left off? അതായത് ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലാണ് സൺലൈറ്റ് കിട്ടാതാവുക? സ്റ്റീൽ ഗ്ലാസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്പെറന്റ് ഗ്ലാസ്. കുപ്പി ഗ്ലാസിന് പകരമായിട്ട് സ്റ്റീൽ ഗ്ലാസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പുട്ട് എ ബ്ലാക്ക് കാർഡ്ബോർഡ് അബവ് ദ ഗ്ലാസ്. ഈ ഗ്ലാസിന് മുകളിലായിട്ട് ഒരു കറുത്ത കാർഡ്ബോർഡ് കഷ്ണം വെക്കണം. എന്നിട്ട് ഇതിന്റെ എക്സ്പെരിമെന്റ് എങ്ങനെ വരും? എയിം ടു ഫൈൻഡ് ഔട്ട് വെദർ സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. Materials required: steel glass, soil, water, pea seeds, black cardboard. Procedure: put some soil in a steel glass. After putting some pea seeds, pour some water. Cover the glass with black cardboard in such a way that sunlight never enters it. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ, ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കുറച്ച് മണ്ണെടുക്കുക, അതിൽ പീ സീഡ്സ് ഇടുക, എന്നിട്ട് അതിന് മുകളിലായിട്ടൊരു ബ്ലാക്ക് കാർഡ്ബോർഡ് വെക്കുക, അത് മൂടുക, കവർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് കുറച്ച് വാട്ടർ ഒക്കെ ചെയ്ത ശേഷം കവർ ചെയ്യുക. എന്നിട്ട് ഒബ്സർവേഷൻ എന്തുവരും? ദ സീഡ്സ് വിൽ സ്പ്രൗട്ട്. വിത്ത് മുളയ്ക്കുന്നതായിട്ട് നമുക്ക് കുറച്ച് ദിവസത്തിന് ശേഷം കാണാനായിട്ട് സാധിക്കും. കൺക്ലൂഷൻ എന്താണ്? സൺലൈറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ എ സീഡ് ടു ജെർമിനേറ്റ്. സൺലൈറ്റ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ല. Let us do the experiment. Let us try the experiments planned so far. Place green gram seeds in a glass so that it receives soil, air, water and sunlight. Place the seeds in the other 3 glasses that do not get any one of the following at a time: soil, water and sunlight. അപ്പോൾ ഒരു 4 ഗ്ലാസ് എടുക്കുക. ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ വിത്ത് എങ്ങനെയാണ്, ഗ്രീൻ ഗ്രാമിന്റെ വിത്ത് എങ്ങനെയാണ്, ചെറുപയറിന്റെ വിത്ത് എങ്ങനെയാണ് വേണ്ടത്, അതിന്റെ സോയിലും എയറും വാട്ടറും സൺലൈറ്റും കിട്ടുന്ന രീതിയിൽ വെക്കുക. എന്നാൽ ഒരു ഗ്ലാസ്സിൽ എയർ കിട്ടാത്ത രീതിയിൽ വെക്കുക, സോയിൽ കിട്ടാത്ത രീതിയിൽ വെക്കുക. മറ്റൊരു ഗ്ലാസ്സിൽ വാട്ടർ കിട്ടാത്ത രീതിയിൽ വെക്കുക. മറ്റൊരു ഗ്ലാസ്സിൽ സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ വെക്കുക. അങ്ങനെ ടോട്ടൽ 4 ഗ്ലാസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഓരോ ദിവസവും ഈ ഓരോ ഗ്ലാസ്സിലും വരുന്ന സീഡ്സിന് വരുന്ന മാറ്റം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഗ്ലാസ് 1 നോക്കാം. അതായത് സോയിലും വാട്ടറും സൺലൈറ്റും കിട്ടുന്ന ഗ്ലാസ്സിലേത്.
ഫസ്റ്റ് ഡേ 1 എന്താണ്, സീഡ്സ് ബിഗിൻ ടു സ്വെൽ സ്ലൈറ്റ്ലി, വിത്ത് കുറച്ച് വീർത്തിട്ടുണ്ടായിരിക്കും. ഡേ 2 സീഡ്സ് സ്റ്റാർട്ട് ടു സ്പ്രൗട്ട്, വിത്ത് മുളയ്ക്കാനായിട്ട് തുടങ്ങും. ഡേ 3 സ്പ്രൗട്ട്സ് ഗ്രോ ലോnger, സ്മോൾ ലീവ്സ് ബിഗിൻ ടു അപ്പിയർ, കുറച്ചുകൂടെ നല്ലതുപോലെ മുളയ്ക്കും, ഒന്നോ രണ്ടോ ലീവ്സ് വരാനായിട്ട് തുടങ്ങും. ഡേ 4 ഹെൽത്തി സ്പ്രൗട്ട്സ് വിത്ത് ഗ്രീൻ ലീവ്സ്, നല്ല വിത്ത് എങ്ങനെയാണ്, നല്ല വിത്ത് മുളച്ചിട്ട് നല്ല ഗ്രീൻ ലീവ്സോട് കൂടിയിട്ട് വിത്ത് മുളയ്ക്കും. സെക്കൻഡ് ക്ലാസ്സിൽ വിത്തൗട്ട് സോയിൽ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ സീഡ്സ് ബിഗിൻ ടു സ്വെൽ സ്ലൈറ്റ്ലി. ഡേ 2 സീഡ്സ് സ്റ്റാർട്ട് ടു സ്പ്രൗട്ട്. 3 sprouts grow longer, small leaves begin to appear. Day 4 healthy sprouts with green leaves. Class 3 അതായത് വിത്തൗട്ട് വാട്ടർ. ഫസ്റ്റ് ഡേ സീഡ്സ് റിമൈൻ ഡ്രൈ. ഡേ 2 സീഡ്സ് റിമൈൻ ഡ്രൈ ആൻഡ് അൺറെസ്പോൺസീവ്. അതായത് ഫസ്റ്റ് ഡേ വിത്ത് ഇങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കും, സെക്കൻഡ് ഡേ അതിലേറെ തീരെ ഡ്രൈ ആയിരിക്കും. ഡേ 3 സീഡ്സ് റിമൈൻ ഡ്രൈ, നോ സ്പ്രൗട്ടിങ്, വീണ്ടും ഡ്രൈ ആയിരിക്കും, വിത്ത് മുളയ്ക്കുന്നില്ല. ഡേ 4 സീഡ്സ് റിമൈൻ ഡ്രൈ ആൻഡ് അൺചേഞ്ച്ഡ്, വളരെ അധികം ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും. എന്താണ് അത് ഒന്നിനും പറ്റാത്ത രീതിയിൽ അത്രയും ഡ്രൈ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഗ്ലാസ് 4 അതായത് വിത്തൗട്ട് സൺലൈറ്റ്. ഡേ 1 സീഡ്സ് ബിഗിൻ ടു സ്വെൽ സ്ലൈറ്റ്ലി. ഡേ 2 സീഡ്സ് സ്റ്റാർട്ട് ടു സ്പ്രൗട്ട്. ഡേ 3 സ്പ്രൗട്ട്സ് ഗ്രോ ലോnger. ഡേ 4 സ്പ്രൗട്ട്സ് ബിക്കം ലോnger. അപ്പോൾ നമ്മൾ ഈ പരിശോധിച്ചിട്ടുള്ള 3 ഫാക്ടേഴ്സിൽ, അതായത് സോയില്, വാട്ടർ, സൺലൈറ്റ്, ഇതിൽ വാട്ടർ മാത്രമാണ് ഒരു സീഡിന് ജെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള ഫാക്ടർ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചല്ലോ. വിച്ച് ഓൾ ഫാക്ടേഴ്സ് were found to be necessary for germination of seeds? വിത്ത് മുളയ്ക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഫാക്ടർ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്? വാട്ടർ ഓൺലി അല്ലെ. Present the findings to the class. Are there any other factors required for germination of seed? വാട്ടർ കൂടാതെ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് വേണോ? നമുക്ക് നോക്കാം. നോക്കൂ. For seed to germinate, വിത്ത് മുളയ്ക്കാൻ water is necessary for the germination of seeds, but the factors like soil and sunlight are not necessary. Besides, water, air, and suitable temperature are also necessary for seed germination. Different seeds have different germination times and suitable temperatures. അപ്പോൾ ഒരു സീഡിന് ഏറ്റവും നെസസറി ആയിട്ടുള്ള കാര്യം അത് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ വാട്ടർ ആണ്. സോയിലും സൺലൈറ്റും ആവശ്യമില്ല. വാട്ടർ കൂടാതെ അതിന് എയറും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും ആവശ്യമാണ്. സോ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ 3 വാട്ടർ, എയർ, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. ലൈഫ് വിത്തിൻ സീഡ്. ഇനി ഒരു സീഡിനുള്ളിൽ നിന്ന് പ്ലാന്റിനുള്ള ലൈഫ് എങ്ങനെയാണ്, സീഡിനുള്ളിൽ എങ്ങനെയാണ് പ്ലാന്റ് ഉള്ളത്, അതിനുള്ളിൽ നിന്ന് പ്ലാന്റ് എങ്ങനെയാണ് പുറത്തു വരുന്നത് എന്ന കാര്യങ്ങളാണ് നോക്കാനായിട്ടുള്ളത്. സോ ദ ജെർമിനേഷൻ ഓഫ് ദ ഗ്രീൻ ഗ്രാം സീഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ. നമുക്ക് താഴെ ഒരു ഗ്രീൻ ഗ്രാമിന്റെ സീഡിൽ നിന്ന് പ്ലാന്റ് വരുന്ന പിക്ചർ ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഒരു സീഡ് ആയിരിക്കും, സെക്കൻഡ് അതിൽ നിന്ന് എന്താണ് റൂട്ടിന്റെ ഭാഗം പുറത്തു വരുന്നു. അപ്പൊ ഈ റൂട്ടിന്റെ അഗ്രഭാഗത്ത് റാഡിക്കൽ എന്നാണ്. പിന്നെ തേർഡ് പിക്ചറിൽ റൂട്ട് കുറച്ചുകൂടെ താഴേക്ക് വളരുന്നു. ഫോർത്ത് പിക്ചറിൽ നമ്മളുടെ സീഡ് കുറച്ച് മുകളിലേക്ക് വന്ന് അത് രണ്ടായി പിളരുന്നു. അതായത് അതിന്റെ പുറന്തോട് രണ്ടായി ഇങ്ങനെ പിളരുന്നു, അതിന്റെ ലീഫ് പുറത്തേക്ക് വരുന്നു. അപ്പൊ ഈ പുറന്തോട് കോട്ടലിടൻ എന്ന് വിളിക്കാം. പിന്നെ അതിൽ നിന്ന് നമ്മളുടെ സ്റ്റെമ്മിന്റെ ആദ്യ ഭാഗം പുറത്തു വരുന്നു. ആ സ്റ്റെമ്മിന്റെ ആദ്യ ഭാഗം പ്ലിമ്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഇതിന് താഴെയായിട്ട് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ദ ചേഞ്ച് ഇൻ ദ സീഡ്സ്. സീഡിന് അതിന്റെ സൈസിലും കവറിങ്ങിലും ഔട്ടർ കവറിങ്ങിലും ഒക്കെ ഓരോ ദിവസം ഉണ്ടാവുന്ന ചേഞ്ചസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ സൈസ് ഓഫ് ദ സീഡും ഔട്ടർ കവറിങ് ഓഫ് ദ സീഡും നമുക്ക് ആദ്യം സൈസ് ഓഫ് ദ സീഡ് നോക്കാം. ഫസ്റ്റ് ഡേ ചേഞ്ച് ഒന്നും വരുന്നില്ല. സെക്കൻഡ് ഡേ ദ സീഡ് ബിക്കം സോക്ക്ഡ് ആൻഡ് ഗ്രോസ് ബിഗ്. ഈ വിത്തൊന്ന് കുതിർന്നിട്ട് എന്താവുന്നു, കുറച്ച് സ്വെല്ലനാവുന്നു, വീർത്ത് വരുന്നു. നെക്സ്റ്റ് സീഡിന്റെ ഔട്ടർ കവറിങ്ങിലുള്ള ചേഞ്ചസ് നോക്കാം. ഫസ്റ്റ് ഡേ ഒന്നും വരുന്നില്ല. സെക്കൻഡ് ഡേ ദ ഔട്ടർ ഷെൽ ബേസ്റ്റ്. അതിന്റെ പുറന്തോട് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ദ പാർട്ട് വിച്ച് ഇസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ സീഡ്. സീഡിൽ നിന്ന് താഴേക്ക് വളരുന്ന ഭാഗം, അതായത് റൂട്ടായിട്ട് മാറുന്ന ഭാഗം, ആ ഭാഗത്ത് നമ്മൾ റാഡിക്കിൾ എന്നാണ് വിളിക്കുക. റാഡിക്കിളിന് ഫസ്റ്റ് ഡേ ഒന്നും സംഭവിക്കുന്നില്ല. സെക്കൻഡ് ഡേ ദ റാഡിക്കിൾ എമേർജ്. റാഡിക്കിൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും. തേർഡ് ഡേ ഗ്രോസ് ലോnger ആൻഡ് ഫോംസ് റൂട്ട് ഹെയർസ്. കുറച്ചുകൂടെ വലുതായിട്ട് അതിൽ റൂട്ട് ഹെയർസ്, ചെറിയ ചെറിയ രോമങ്ങൾ പോലെയുള്ള റൂട്ട് ഹെയർസ് ഉണ്ടാവും. ഫോർത്ത് ഡേ ഗ്രോസ് ലോnger, കുറച്ചുകൂടെ താഴേക്ക് വളരും. ഫിഫ്ത്ത് ഡേ എസ്റ്റാബ്ലിഷ്ഡ് റൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റം മുഴുവനായിട്ട് അതിൽ എസ്റ്റാബ്ലിഷ് ആവും. നെക്സ്റ്റ് പ്ലിമ്യൂളിന് നോക്കാം. പ്ലിമ്യൂൾ എന്ന് വെച്ചാൽ ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് അപ്വാർഡ്സ് ഫ്രം ദ സീഡ്. സ്റ്റെം ആയിട്ട് വളരുന്ന ഭാഗമാണ് അല്ലെ പ്ലിമ്യൂള്. പ്ലിമ്യൂളിന് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും പ്ലിമ്യൂള് വരുന്നില്ല. തേർഡ് ഡേ ദ പ്ലിമ്യൂൾ എമേർജ്. തേർഡ് ഡേ ആവും പ്ലിമ്യൂള് എമേർജ് ചെയ്യാനായിട്ട്. ഫോർത്ത് ഡേ ഗ്രോസ് ഫർദർ അപ്വാർഡ്സ്, കുറച്ചുകൂടെ മുകളിലേക്ക് വളരും. ഫിഫ്ത്ത് ഡേ ഡെവലപ്ഡ് ഇൻ ടു എ ഷൂട്ട്, ഒരു ഷൂട്ടായിട്ട് മാറും, അതായത് സ്റ്റെം ആയിട്ട് മാറും. ഓക്കെ. ഇനി നെക്സ്റ്റ് കോട്ടിലിഡൻസിന് പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ്. വിത്തിനുള്ളിലുള്ള പ്രൈമറി ലീവ്സ്, ആദ്യമായിട്ടുണ്ടാവുന്ന ലീവ്സിനെയാണ് നമ്മൾ കോട്ടിലിഡൻസ് എന്ന് പറയാം.
ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും കോട്ടിലിഡൻസ് ഉണ്ടാവുന്നില്ല. തേർഡ് ഡേ സ്റ്റാർട്ട്സ് ടു എമേർജ്, കോട്ടിലിഡൻസ് ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നു. ഫോർത്ത് ഡേ ഫുള്ളി വിസിബിൾ ആൻഡ് സ്റ്റാർട്ട് ടു ഓപ്പൺ, മുഴുവനായിട്ടും എന്താണ് വിസിബിൾ ആയിട്ട് ഇങ്ങനെ ഇതളുകൾ ഇങ്ങനെ വിടരാനായിട്ട് തുടങ്ങും. ഫിഫ്ത്ത് ഡേ ലീവ്സ് ആർ ഫുള്ളി ഓപ്പൺ, ലീവ്സ് മുഴുവനായിട്ടും ഉണ്ടാകും. ഇലസ്ട്രേറ്റ് ദ റെക്കോർഡിംഗ്സ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ തന്നെ സയൻസ് ഡയറിയിലേക്ക് വരച്ചു ചേർത്താൽ മതി. എക്സാമിൻ ദ ഗ്ലാസസ് ഫ്രം പ്രീവിയസ് എക്സ്പെരിമെന്റ്സ്. വിച്ച് പ്ലാന്റ് ഗ്രോസ് ബെസ്റ്റ് ആഫ്റ്റർ ജെർമിനേഷൻ? വിച്ച് ഫാക്ടേഴ്സ് ഡിഡ് ദ ബെസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് റിസീവ്? അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പെരിമെന്റ് ചെയ്തു അല്ലേ, 4 ക്ലാസ്സുകളിലായിട്ട്. അതിൽ ഏത് പ്ലാന്റ് ആണ് നല്ലതുപോലെ വളർന്നിട്ടുണ്ടാവുക? ഫസ്റ്റ് ക്ലാസ്സിലെ പ്ലാന്റ് ആയിരിക്കും. അതായത് സൺലൈറ്റും എയറും വാട്ടറും അതുപോലെ സോയിലും പിന്നെ അതുപോലെ ടെമ്പറേച്ചറും എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്ന പ്ലാന്റ് ആയിരിക്കും നല്ലതുപോലെ ഗ്രോ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് നോക്കാം. ഹൈഡ്രോപോണിക്സ് ഇസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ എ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് സോയിൽ. മണ്ണില്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്താണ് പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്ന പുതിയ ഒരു ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്കിൽ എന്താണ് നമ്മളുടെ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ സോയിലിന് പകരം ന്യൂട്രിയൻ സൊല്യൂഷൻ ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ഇൻ ദെയർ ലീവ്സ്. ഡോണ്ട് ദേ? പ്ലാന്റ്സ് അവരുടെ ഇലകളിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ഗ്രോസ് എ ലീഫ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ കോട്ടിലിഡൻസ്. ഇപ്പൊ പ്ലാന്റ് വളർന്ന് അതിൽ നിന്ന് ലീഫിൽ നിന്ന് അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ പാകം വരെ, അതായത് ആ ഒരു ടൈം ആവുന്നത് വരെയുള്ള പ്ലാന്റിന് വേണ്ട ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കോട്ടിലിഡൻസ് ഉണ്ടല്ലോ, അതായത് പ്ലാന്റിന്റെ പ്രൈമറി ലീവ്സ്, അതിൽ നിന്നായിരിക്കും അതിനുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൗ മെനി കോട്ടിലിഡൻസ് ഡസ് എ പീ സീഡ് ഹാവ്? ഒരു പീ സീഡിന് എത്ര കോട്ടിലിഡൻസ് ഉണ്ട്? 2, 2 ഉള്ളത്. ഹാവ് യു ഒബ്സർവ് ദ ചേഞ്ച് ഇൻ കോട്ടിലിഡൻ ആസ് ദ പ്ലാന്റ് ഗ്രോസ്? പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് ഇതിന്റെ കോട്ടിലിഡൻസിന് വരുന്ന ചേഞ്ച് നമ്മൾ കണ്ടു അല്ലെ. Now look at the cotyledons in a cone. Are there 2 cotyledons in a cone as in the pea seeds? There is only 1 cotyledon in a cone. Endosperm is the part attached to the cotyledon. In plants with only 1 cotyledon, the food for the plant is obtained from the endosperm until the seed germinate and grow its leaves. പീ സീഡിൽ 2 കോട്ടിലിഡൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ കോണിന്റെ സീഡിൽ, അതായത് നമ്മുടെ ചോളം ഉണ്ടല്ലോ, ചോളത്തിന്റെ ഒക്കെ സീഡിൽ ആകെ 1 കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ 1 കോട്ടിലിഡൻ ഉള്ള പ്ലാന്റിന് അതിന് വേണ്ട ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോസ്പേം എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഈ എൻഡോസ്പേം കോട്ടിലിഡനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പുറന്തോടാണ് എൻഡോസ്പേം എന്നുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ് വളർന്ന് അതിനൊരു ലീവ്സിൽ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ അതിനുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോസ്പേം ആണ്. ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഡ്യൂറിംഗ് ദ സീഡ് ജെർമിനേഷൻ. Germinate seed of tamarind, jackfruit, cashew, rice and corn. Observe the changes that the seed undergoes as it germinate. ഇപ്പൊ നമ്മളോട് ഒരു പുള്ളിമരം, അതുപോലെ പ്ലാവ്, കാഷ്യൂ, പിന്നെ റൈസ്, നമ്മുടെ അരി, അതുപോലെ കോണൊക്കെ ഒന്ന് വിത്ത് മുളപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് മുളപ്പിക്കുന്ന സമയത്ത് അതിന്റെ ഓരോ പാർട്ടിനും വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Seed germination. The seed becomes socked and the outer shell burst. First the radicle and then the plumule emerge. The radicle becomes the root of the plant. The plumule becomes the stem and the leaves. The growing plant consumes the food stored in the cotyledon or endosperm until photosynthesis is fully functional. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള സീഡ് എന്തെങ്കിലും സോക്കായിട്ട് ഒന്ന് സ്വെള്ളനാവുന്നു, എന്നിട്ട് അതിന്റെ ഔട്ടർ ഷെല്ല്, അതിന്റെ പുറന്തോട് പൊട്ടിപ്പോകുന്നു. എന്നിട്ട് ആദ്യം അതിൽ നിന്ന് റാഡിക്കിൾ പുറത്തു വരുന്നു. ഈ റാഡിക്കിളാണ് റൂട്ടായി മാറുന്നത്. ദെൻ അതിനുശേഷം പ്ലിമ്യൂള് പുറത്തു വരുന്നു. ഈ പ്ലിമ്യൂളാണ് പിന്നീട് ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മും ലീഫുമായിട്ട് മാറുന്നത്. എന്നിട്ട് ഈ ന്യൂലി ഗ്രോൺ പ്ലാന്റിന് വേണ്ടിയിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് കോട്ടിലിഡൻസോ അല്ലെങ്കിൽ എൻഡോസ്പേമോ ആയിരിക്കും. അതായത് നമ്മുടെ ഫോട്ടോസിന്തസിസ് മുഴുവനായിട്ടും ഫങ്ഷണൽ ആവുന്നത് വരെ ആ പ്ലാന്റിന് വേണ്ട ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ചില പ്ലാന്റ്സിൽ 2 കോട്ടിലിഡൻസ് ഉള്ള പ്ലാന്റ്സിൽ കോട്ടിലിഡൻസ് ആയിരിക്കും. ഒരു കോട്ടിലിഡൻ ഒക്കെ ഉള്ള പ്ലാന്റിൽ, കോണ് പോലുള്ള പ്ലാന്റിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോസ്പേം ആയിരിക്കും. പ്ലാന്റിംഗ് വിത്തൗട്ട് സീഡ്സ്. ആർ സീഡ്സ് ദ ഓൺലി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്? ഒരു പ്ലാന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സീഡ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്? അല്ല അല്ലേ. ചില പ്ലാന്റ്സിലൊക്കെ നമ്മൾ സ്റ്റെമ്മ് യൂസ് ചെയ്യാറുണ്ട്, ചില പ്ലാന്റ്സിൽ ലീഫ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് പാർട്സ് ആണ്. വിച്ച് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ ദ പിക്ചർ ഗിവ് റൈസ് ടു ദ ന്യൂ പ്ലാന്റ്സ്? വിസിറ്റ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കളക്ട് ഇൻഫർമേഷൻ.
grow plants other than from seed in the biodiversity garden and record the inferences. നമുക്ക് താഴെ 3-4 പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ഹിബിസ്കസ് ചെമ്പരത്തി, പിന്നെ ക്യൂൻ ഓഫ് ദ നൈറ്റ് അതായത് നിശാഗന്ധി, പിന്നെ പഗോഡ ഫ്ലവർ നമ്മുടെ കൃഷ്ണകിരീടം, ദെൻ മിറാക്കിൾ ലീഫ് പ്ലാന്റ് അതായത് ഇലമുളച്ചി. ഇതിലൊക്കെ നമ്മൾ പ്ലാന്റ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് പാർട്സ് ഏതൊക്കെയാണ്? ഹിബിസ്കസിൽ നമ്മൾ സ്റ്റെമ്മാണ് യൂസ് ചെയ്യുന്നത്, നിശാഗന്ധിയിലെ ലീഫ്, കൃഷ്ണകിരീടത്തിലെ സ്റ്റെമ്മ്, ഇലമുളച്ചിയിലും ലീഫ്. നിങ്ങൾ നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ വിസിറ്റ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെയാണ് പ്ലാന്റ്സ് എങ്ങനെയൊക്കെയാണ് ഗ്രോ ചെയ്യുന്നത് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സീഡ്സിൽ നിന്നല്ലാതെ മറ്റ് പ്ലാന്റ് പാർട്സിൽ നിന്ന് പ്ലാന്റ്സ് ഗ്രോ ചെയ്തിട്ട് ബയോഡൈവേഴ്സിറ്റി ഗാർഡന് ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. Seeds in many places. See the conversation between the Malabar plum, or that means ഞാവൽ tree and the bird. ഇവിടെ ഒരു ഞാവൽ മരവും ഒരു ബേർഡും തമ്മിലുള്ള കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. റീഡ് ചെയ്ത് നോക്കൂ. ട്രീ: വൈ ആർ യു ഈറ്റിംഗ് മൈ ഫ്രൂട്ട്? നീ എന്തിനാണ് എൻ്റെ ഫ്രൂട്ട് കഴിക്കുന്നത്? ബേർഡ്: ഐ എം നോട്ട് ഓൺലി ഈറ്റിംഗ് യുവർ ഫ്രൂട്ട് ആൻഡ് സാറ്റിസ്ഫൈങ് മൈ ഹങ്കർ, ഐ എം ഓൾസോ ക്യാരിങ് ദ സീഡ് ടു മെനി പ്ലേസസ്. ബേർഡ് എന്ന് പറയുന്നു, ഞാൻ നിന്റെ ഫ്രൂട്ട് കഴിച്ച് എൻ്റെ വിശപ്പ് മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, ഇതിൽ ഉള്ളിലുള്ള സീഡ് വിത്ത് പല സ്ഥലങ്ങളിലേക്കും എത്തിക്കുക കൂടിയാണ്. ട്രീ: ഈവൻ ഇഫ് യു ആർ നോട്ട് ദെയർ വിൽ മൈ സീഡ് നോട്ട് ഫോൾ ഡൗൺ ആൻഡ് ജെർമിനേറ്റ്? നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ വിത്തുകളൊക്കെ താഴെ വീണിട്ട് മുളക്കില്ലേ എന്ന് ചോദിക്കും. ബട്ട് ഡു യു ഹാവ് ഇനഫ് സ്പേസ് ഫോർ സോ മെനി സീഡ്സ് ടു ഗ്രോ അണ്ടർ യു? ബട്ട് എന്താ ചോദിക്കുന്നത്? നിന്റെ താഴെ നിന്നെ പോലെയുള്ള ഒരുപാട് മരങ്ങള് മുളച്ചു കൊണ്ടാൻ മാത്രമുള്ള സ്പേസ് ഉണ്ടോ, സ്ഥലമുണ്ടോ എന്ന് ചോദിക്കാണ്. What creatures do you know that transport plant seeds to different places like this? അപ്പോൾ ഇതുപോലെ സീഡ്സ് ഡിഫറെന്റ് പ്ലേസസിലേക്ക് എത്തിക്കുന്ന ഏതൊക്കെ ക്രീച്ചേഴ്സിന് നിങ്ങൾക്ക് അറിയാമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം മക്കളെ, ഫ്രൂട്ട്സ് ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ആനിമൽസ് ഇല്ലായിരുന്നെങ്കിൽ അതായത് മരങ്ങളിലുള്ള ഫ്രൂട്ട്സ് അവിടെ തന്നെ വീണ്ടും തന്നെ മുളയ്ക്കുമായിരുന്നു അല്ലെ. ഒരു കറണ്ട് പ്ലേസിൽ മാത്രം അത് ലൊക്കേറ്റ് ചെയ്യുമായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഫ്രൂട്ട്സും സീഡ്സും ഈ ട്രീ ഒന്നും അവൈലബിൾ ആയിട്ട് വരില്ല അല്ലെ. അപ്പോൾ ഇത്തരത്തില് സീഡ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ബേർഡ്സ് ഒരുപാടുണ്ട്, ലൈക്ക് ക്രോ, സ്പാരോ, പിന്നെ നമ്മളുടെ പാരറ്റ്, പിന്നെ അതുപോലെ സ്ക്വയറല്, അണ്ണാന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജീവികൾ ഇത്തരത്തില് സീഡ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് അവിടെ കണ്ടിട്ടുണ്ട്, സ്ക്വയറല്ല. പിന്നെ ബേർഡ്സ്, മങ്കി, കുരങ്ങന്മാര്, പിന്നെ ബാറ്റ്സ്, വവ്വാലുകൾ, അതൊക്കെ നിങ്ങൾക്ക് കഴിച്ചു കൊടുക്കാം കേട്ടോ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ ഡെലിവറിങ് സീഡ്സ് ടു ഡിഫറെന്റ് പ്ലേസസ്? ഇതുപോലെ മനുഷ്യര് ഡിഫറെന്റ് പ്ലേസസിലേക്ക് സീഡ് എത്തിക്കുന്നുണ്ടോ? അതിൽ ഹ്യൂമൻസിനുള്ള റോൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളൊരു ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ സ്വമേധയെ അറിഞ്ഞുകൊണ്ട് നമ്മളത് പ്ലാന്റ് ചെയ്യും, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കുമ്പോൾ അത് അവിടെ വലിച്ചെറിയുകയും അവിടെ ആ സീഡ് ഒരു ട്രീ ആയിട്ട് വളർന്നു വരികയും ചെയ്യും. ദ ഓർഗാനിസംസ് അലോങ് ഡിസ്ട്രിബ്യൂട്ട് ദ സീഡ്സ് ഡിസ്കസ്. ഇത്തരത്തില് ഓർഗാനിസംസ് മാത്രമാണോ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നത്? അല്ല. ത്രൂ എയർ വഴിയും അതുപോലെ ത്രൂ വാട്ടർ വഴിയും ഒക്കെ നമുക്ക് ത്രൂ വിൻഡ്, എയർ എന്നല്ലെങ്കിൽ ത്രൂ വിൻഡ് എന്ന് എഴുതാം കേട്ടോ. ഇത്തരത്തിലൊക്കെ നിങ്ങൾക്ക് എന്താവുന്നുണ്ട്? സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നുണ്ട്. സീഡ് ഡിസ്പേഴ്സൽ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെന്റ് ലൊക്കേഷൻ. അപ്പൊ ഒരു മദർ പ്ലാന്റിൽ നിന്ന് സീഡ്സ് പല പ്ലേസിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ പല ലൊക്കേഷൻസിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ? ഇനി എന്തിനാണ് വിത്ത് വിതരണം നടത്തുന്നത്? If all the seeds of a plant fall and germinate at the base of the plant, they will not get the soil, water, sunlight and minerals they need to grow. So the seeds have to be dispersed to many places. ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരു പ്ലാന്റിൽ നിന്ന് വിത്ത് അതിന് താഴെ വീണ് അവിടെ മാത്രം മുളച്ചു പൊന്തുകയാണെങ്കിൽ അവിടെ മുളയ്ക്കുന്ന പല പ്ലാന്റ്സിനും അതിന് എന്താണ് ആവശ്യമുള്ള രീതിയിൽ വാട്ടറും മിനറൽസും സോയിലും സൺലൈറ്റും ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല രീതിയിലും എന്താണ് അതിന് താഴെ വീഴുന്ന പ്ലാന്റ്സ് മതിയായ രീതിയിൽ മുളച്ചു പൊന്താതെ വരും. This is the reason why different plants are found in one region and one plant is found in different region. അപ്പൊ ഇതുകൊണ്ടാണ് ഡിഫറെന്റ് പ്ലാന്റ്സ് ഒരു റീജിയൻ, ഒരു പ്രദേശത്ത് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് കൊണ്ടാണ് ഒരു പ്രദേശത്ത് നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് കാണാൻ പറ്റുന്നതും ഒരു പ്ലാന്റ് തന്നെ പല പ്ലേസിലേക്കും കാണാനായിട്ട് പറ്റുന്നതും. അഡാപ്റ്റേഷൻസ് ഫോർ സീഡ് ഡിസ്പേഴ്സൽ. ഹൗ ഡസ് കോക്കനട്ട് അഡാപ്റ്റ് ഫോർ flowing through the water? വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതിന് വേണ്ടി എന്ത് അഡാപ്റ്റേഷൻ ആണ് കോക്കനട്ടിനുള്ളത്? നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. even if it remains in water for a few days, it will not rot. അത് കുറച്ച് ദിവസങ്ങൾ
വെള്ളത്തിൽ കിടന്നാലും അതെന്തായി പോകുന്നില്ല, റോട്ടനായി പോകുന്നില്ല, ചീഞ്ഞു പോകുന്നില്ല. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ ആസ് ദ ഹസ്ക് ഈസ് ഫിൽഡ് വിത്ത് എയർ. അതിന്റെ ഹസ്ക്, അതായത് ഉള്ളിലുള്ള ചകിരിയൊക്കെ എയർ കൊണ്ട് നിറഞ്ഞതായതുകൊണ്ട് തന്നെ അതിന് വാട്ടറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, മുങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്, അഥവാ മുങ്ങിക്കിടക്കാനുള്ള കഴിവില്ലെങ്കിൽ എന്താവുമായിരുന്നു, അത് അവിടെ തന്നെ വീണ പ്ലേസിൽ തന്നെ താഴ്ന്നു പോകുമായിരുന്നു അല്ലെ. അപ്പൊ ഇത് ഒഴുകി പോകാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് കോക്കനട്ടിന് പല പ്ലേസിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അതിന് എത്ര ദിവസം വെള്ളത്തിൽ, കുറച്ച് അധിക ദിവസം വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോവാതിരിക്കാനുള്ള അഡാപ്റ്റേഷനും ഉണ്ട്. ഇപ്പൊ 2 അഡാപ്റ്റേഷൻസ് ആണ് കോക്കനട്ടിനുള്ളത്. What could be the reason behind അപ്പൂപ്പൻ താടീസ് flying in the wind? Look at the picture and find out. ഒരു അപ്പൂപ്പൻ താടി കാറ്റിൽ പറക്കാൻ എന്തൊക്കെ റീസൺസ് ഉണ്ട്, അതിനെ സഹായിക്കുന്ന എന്തൊക്കെ റീസൺസ് ഉണ്ട്? ലൈറ്റ് വെയ്റ്റ് സീഡ് ആണ്, അതായത് ഭാരം വളരെ കുറഞ്ഞ വിത്തുകളാണ്. പിന്നെ ഹെയർ ലൈക്ക് പാർട്സ് ഇൻ സീഡ്സ്, നമ്മളുടെ മുടി രോമങ്ങൾ പോലെയുള്ള ഹെയർ ലൈക്ക് പാർട്സ് ഉണ്ട് അപ്പൂപ്പൻ താടിയിൽ, അതും എയറിൽ ഫ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കും. വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൌണ്ട് ദാറ്റ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഈറ്റ്? പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഭക്ഷിക്കുന്ന ഏതൊക്കെ ഫ്രൂട്ട്സ് നിങ്ങളുടെ ചുറ്റുമുണ്ട്? ഒട്ടുമിക്ക ഫ്രൂട്ട്സും എല്ലാ ബേർഡ്സും ആനിമൽസും ഭക്ഷിക്കും അല്ലെ. ലൈക്ക് പപ്പായ, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ഗുവ, റംബുട്ടാൻ, കിവി തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആനിമൽസും ബേർഡ്സും ഭക്ഷിക്കുന്നതാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്ടിങ് ബേർഡ്സ്? ഈ ബേർഡ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? ഒന്ന് അവിടെ തന്നിട്ടുണ്ട്, ഫ്ലഷി പാർട്സ്, അതിനെ കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ആയിട്ടുള്ള പാർട്സ് ഉണ്ട്. ദെൻ ബ്രൈറ്റ് കളേഴ്സ്, നല്ല അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് ഉള്ളത്. ദെൻ സ്വീറ്റ് ടേസ്റ്റ്, മധുരമായിരിക്കും ഒട്ടുമിക്ക ഫ്രൂട്ട്സിനും ഉള്ളത്. സോ അതും ബേർഡ്സിനെയും അനിമൽസിനെയും അട്രാക്ട് ചെയ്യിക്കുന്ന ഫീച്ചർ ആണ്. ഹാവ് യു നോട്ടീസ് ദാറ്റ് സം നോൺ എഡിബിൾ ഫ്രൂട്ട്സ് ഹാവ് പാർട്സ് ദാറ്റ് ഹെൽപ് ദം സ്റ്റിക്ക് ടു അതർ തിങ്സ്? ഇവിടെ നമുക്ക് 2 പ്ലാന്റിന്റെ പിക്ചർ വന്നിട്ടുണ്ട്. ഒന്ന് ഷഫ് ഫ്ലവറും പിന്നെ ഒന്ന് ലവ് ഗ്രാസും. ഇത് രണ്ടിനും എന്താണ്, എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇല്ല. പക്ഷെ അവയുടെ സീഡിന് എന്താണ്, മറ്റൊരു സ്ഥലത്തേക്ക് പറന്ന് അവിടെ സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള സീഡ്സ് ആണ് അവ രണ്ടിനും ഉള്ളത്. അപ്പൊ അവിടെ ഫീച്ചേഴ്സ് ആണ് ഹുക്സ് ടു സ്റ്റിക്ക് ഓൺ ടു ദ ബോഡീസ് ഓഫ് ആനിമൽസ്. പറഞ്ഞിട്ട് എന്താണ്, ചില ആനിമൽസിന്റെ ഒക്കെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ളതുണ്ട്. പിന്നെ ഗംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പോയിന്റഡ് ടിപ്സ് ആണുള്ളത്. അവയുടെ അഗ്രഭാഗങ്ങൾ കൂർത്തതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവയ്ക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഹൗ ഡു ദിസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ? ഈ അഡാപ്റ്റേഷൻസ് സീഡ് ഡിസ്പേഴ്സലിനെ എങ്ങനെ സഹായിക്കുന്നു? ഇവയ്ക്ക് പറക്കാനുള്ള കഴിവും അതുപോലെ ഒട്ടിപ്പിടിക്കാനുള്ള കഴിവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ ത്രൂ വിൻഡോ അല്ലെങ്കിൽ ത്രൂ ആനിമൽസ് എന്താവുന്നു, മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഉണ്ടാവുന്നു, ഈ പ്ലാന്റ് ഉണ്ടാവുന്നു. വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബേഴ്സ്റ്റ് ആൻഡ് റിലീസ് സീഡ്സ് വെൻ ദേ റൈപ്പൻ? ചില സീഡ്സ് ഒക്കെ എങ്ങനെയാണ് ചില പ്ലാന്റില്, അപ്പൊ മൂത്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് സ്വയമേ എന്താവും, സീഡ് ഡിസ്പേഴ്സൽ ആവും. അങ്ങനെയുള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് റബ്ബർ, ബാൽസം എന്ന് വെച്ചാൽ നമ്മുടെ കാശിത്തുമ്പയില്ലേ, അതുപോലെ ലേഡീസ് ഫിംഗർ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ്. Observe your surroundings, find out the methods of seed dispersal in different plants and write them down. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് സീഡ് ഡിസ്പേഴ്സൽ ഏതൊക്കെ തരത്തിലുണ്ട്, അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ത്രൂ വിൻഡ്, കാറ്റ് വഴി സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? മിൽക്ക്വീഡ്, പാപ്പൂസ്, അതായത് നമ്മുടെ അപ്പൂപ്പൻ താണി, മഹാഗണി, പൈന് തുടങ്ങിയിട്ടുള്ളവയാണ്. സെക്കൻഡ് നമുക്ക് ലേഡീസ് ഫിംഗർ തന്നിട്ടുണ്ട്. ലേഡീസ് ഫിംഗർ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, ബൈ ബേഴ്സ്റ്റിംഗ് ആണ് അല്ലെ. സോ ബൈ ബേഴ്സ്റ്റിംഗ് ലേഡീസ് ഫിംഗർ, റബ്ബർ, ആൽസം. നെക്സ്റ്റ് ത്രൂ വിൻഡ് ആണ് ത്രൂ വാട്ടർ ആണ് കോക്കനട്ട് അല്ലെ. കോക്കനട്ട് ത്രൂ വാട്ടർ. ദെൻ മറ്റ് എക്സാമ്പിൾസ് ആണ് മാൻഗ്രോവ്, ലോട്ടസ്. ഫോർത്ത് വന്ന് നോക്കൂ, ഗുവ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അത് ത്രൂ ആനിമൽസ് ആണ്. അതിന് എക്സാമ്പിൾസ് ഗുവ, മാംഗോ, ലവ് ഗ്രാസ്. വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് സീഡ്സ്? സീഡ്സ് കൊണ്ടുള്ള മറ്റ് യൂസസ് എന്തൊക്കെയാണ്? സീഡ് ഡിസ്പേഴ്സൽ അല്ലാതെ ഉള്ള യൂസുകളാണ് ഹാൻഡ് ക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വാട്ട് സീഡ് ക്രാഫ്റ്റ്സ് ഡു യു നോ? സീഡ് ക്രാഫ്റ്റ്സ് ആയിട്ട് ഉള്ളത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, നമുക്കിവിടെ ഒരു മാറ്റിന്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. മേക്ക് വേരിയസ് ഹാൻഡിക്രാഫ്റ്റ്സ് യൂസിങ് സീഡ്സ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ ദ ക്ലാസ്. സീഡ്സ് വെച്ചിട്ട് വിവിധ തരത്തിലുള്ള ഹാൻഡ് ക്രാഫ്റ്റ്സ് ചെയ്തിട്ട് നിങ്ങളോട് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു എക്സിബിഷൻ ഒക്കെ ആയിട്ട് നടത്താവുന്നതാണ്. ഇനി നമുക്ക് ലീവ്സിനെ കുറിച്ച് നോക്കാം. വെറൈറ്റി ഇൻ ലീവ്സ്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. 2 വ്യത്യസ്ത രീതിയിലുള്ള ലീവ്സിന്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്.
What is remaining in these leaves that have lost their green parts? ഈ ലീവ്സ് കുറച്ച് കാലം കഴിഞ്ഞാൽ വീണിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ അവയിലുള്ള ഈ ഗ്രീൻ പാർട്സ് ഒക്കെ പോകും അല്ലെ. പിന്നെ അവരൊരു നെറ്റ് രൂപത്തിൽ നമുക്ക് ഇങ്ങനെ കാണുന്നതായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ത്രൂ ദീസ് പാർട്സ് വാട്ടർ ഈസ് ബ്രോട്ട് ടു ദ ലീഫ് ആൻഡ് ഫുഡ് ഈസ് ടേക്കൺ ഫ്രം ദ ലീഫ്. അങ്ങനെ ഒരു ഞരമ്പുകൾ പോലെ കാണുന്ന ഈ പാർട്സിനെയാണ്, അത് തന്നെയാണ് ലീവ്സിന്റെ നെർവ്സ് എന്ന് പറയുന്നത്. ഈ നെർവ്സിലൂടെയാണ് പ്ലാന്റ്സിന് വേണ്ട വാട്ടറും ഫുഡും ഒക്കെ കിട്ടുന്നത്. ദിസ് ആർ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ്. ഇത് വെയിൻസ് ആണ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഞരമ്പുകൾ, ഓക്കെ, വെയിൻസ് ആണ്. ആർ ദ വെയിൻസ് അറേഞ്ച്ഡ് ഇൻ ദ സെയിം വേ ഇൻ ബോത്ത് ദ ലീവ്സ്? നമുക്ക് തന്നിട്ടുള്ള പിക്ചറിൽ ഈ വെയിൻസ് രണ്ടും ഒരേ രീതിയിലാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അല്ല, അല്ലെ. Look at the first picture. You can see in the middle of the leaf a main vein extending from the node to the tip. Many small branches that come out from it are connected to each other like the links of a net. This is reticulate venation. ആദ്യത്തെ പിക്ചറിലുള്ള ലീഫ്, അതായത് ഒരു പ്ലാവിന്റെ ലീഫ് പോലെയാണ് തോന്നുന്നത്. അതെന്താണ്? അതിന്റെ നോഡ് മുതൽ ടിപ്പ് വരെ ഒരു മെയിൻ ആയിട്ട് കട്ടിക്കുള്ള ഒരു വെയിന് കാണാം. ആ വെയിനിൽ നിന്ന് നിരവധി മറ്റ് വെയിനുകളും ആ വെയിൻസിൽ നിന്ന് വേറെ ചെറിയ വേറെ വെയിൻസുകളും ഉണ്ട്. എന്നിട്ട് അതൊരു വെബ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള വിനേഷനെയാണ് നമ്മൾ റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറയുന്നത്. ഇൻ ദ സെക്കൻഡ് പിക്ചർ, ഡിഡ് യു സീ ദാറ്റ് ഓൾ ദ വെയിൻസ് ഇൻ ദ ലീഫ് സ്റ്റാർട്ട് ഫ്രം ദ നോഡ് ഓഫ് ദ ലീഫ് and reach the tip in the parallel without touching each other? This is parallel venation. സെക്കൻഡ് പിക്ചറിൽ നോക്കൂ, നോഡ് മുതൽ ടിപ്പ് വരെ ഒരുപാട് വെയിൻസ് ഉണ്ട്. പക്ഷെ ഇവയൊന്നും ഇന്റർ കണക്റ്റഡ് അല്ല, പരസ്പരം ടച്ച് ചെയ്യുന്നില്ല. നോഡ് മുതൽ അതിന്റെ ടിപ്പ് വരെ ഇങ്ങനെ ഓരോരോ വെയിൻസ് ആയിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പാരലൽ ആയിട്ട് ഉള്ളതാണ് ഈ വെയിൻസ്. ഈ വിനേഷനെയാണ് നമ്മൾ പാരലൽ വിനേഷൻ എന്ന് പറയുന്നത്. Observe the surroundings and find leaves with these two kinds of venations and write the names of the plants. ഇനി നിങ്ങളുടെ ചുറ്റുപാടിലും ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പാരലൽ വിനേഷനിലും റെറ്റിക്കുലേറ്റ് വിനേഷനിലുള്ള പ്ലാന്റ്സിന്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് പാരലൽ വിനേഷൻ എക്സാമ്പിൾസ് നോക്കാം. ഗ്രാസസ്, പുല്ലുകള്, മൈസ്, അതായത് നമ്മുടെ കോണിന് കമ്പം, അത് വീറ്റ്, ഗോതമ്പ്, റൈസ്, നെല്ല്, ബനാന, അതായത് നമ്മുടെ വാഴപ്പഴം, ബാംബു, മുള, പാംസ്, പനകളൊക്കെ, ലില്ലീസ്, ഓണിയൻസ്, ഉള്ളിയുടെ പ്ലാന്റിനൊക്കെ പാരലൽ വിനേഷൻ ആണ്. നെക്സ്റ്റ് റെറ്റിക്കുലേറ്റ് വിനേഷൻ എക്സാമ്പിൾസ് നോക്കാം. റോസ്, ഹിബിസ്കസ്, പപ്പായ, തുളസി, ഗുവ, മേപ്പിൾ ട്രീ ആൻഡ് ഓക്ക്. ഓക്കെ, ഓക്ക് ട്രീ, ഇതിനൊക്കെ റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ സംഭവം തന്നെ ഇവിടെ ഈ ലീഫുകളായിട്ട് എഴുതി കൊടുക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം ആദ്യത്തെ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ റെറ്റിക്കുലേറ്റ് വിനേഷൻ, അവിടെ ബാക്കിയുള്ള എക്സാമ്പിൾസ് എഴുതി കൊടുക്കാം. പിന്നെ പാരലൽ വിനേഷൻ ബാംബുയുടേത്, അത് നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ. ഇസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വിനേഷൻ ഓഫ് ലീവ്സ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദെയർ റൂട്ട്സ്? ഇനി ലീവ്സിന്റെ വിനേഷനും അതിന്റെ റൂട്ടിന്റെ സ്ട്രക്ചറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. എക്സാമിൻ ആൻഡ് ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദ റൂട്ട്സ് ഓഫ് എ പ്ലാന്റ് വിത്ത് റെറ്റിക്കുലേറ്റ് വിനേഷൻ ആൻഡ് എ പ്ലാന്റ് വിത്ത് പാരലൽ വിനേഷൻ. കമ്പയർ ദ പിക്ചേഴ്സ് യു ഡ്രൂ വിത്ത് ദ പിക്ചേഴ്സ് ബിലോ. നോക്കൂ, ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഇത് കണ്ടോ, നമ്മളുടെ റൂട്ട് കണ്ടോ? അതുപോലെ അതിന്റെ വിനേഷൻ പോലെ തന്നെ, അതിന്റെ വിനേഷൻ എങ്ങനെയായിരുന്നു? ഒരു മെയിനായിട്ടൊരു വെയിന്, അതിൽ നിന്ന് നിരവധി മറ്റു വെബ് പോലെയുള്ള മറ്റു വെയിനുകൾ. അതുപോലെ തന്നെയാണല്ലേ അതിന്റെ റൂട്ടും വന്നിട്ടുള്ളത്. മെയിനായിട്ട് കട്ടിയുള്ള ഒരു റൂട്ട് ഉണ്ട്, അതിൽ നിന്ന് ഒരുപാട് മറ്റു റൂട്ടുകൾ, ചെറിയ റൂട്ടുകൾ. ഗ്രാസിന്റെ എങ്ങനെയായിരുന്നു? പാരലൽ വിനേഷൻ ആയിരുന്നു, അതായത് ഒരു ഭാഗത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പാരലൽ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെയാണ് അതിന്റെ റൂട്ടും വന്നിട്ടുള്ളത്. കണ്ടോ, വേറെ നെറ്റുകളൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് പാരലൽ ആയിട്ട് താഴേക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ്. Look at the pictures. What is the special about the root of the jackfruit tree? How is the root of the grass plant different from the root from the jackfruit tree? അപ്പോൾ നമ്മൾ അതും പറഞ്ഞു കഴിഞ്ഞു. Don't you see a large root growing down from the stem in the root system of the jackfruit tree? Yes. നമ്മൾ ജാക്ക്ഫ്രൂട്ട് ട്രീയുടെ റൂട്ട് സിസ്റ്റത്തിൽ കട്ടിയുള്ള ഒരു റൂട്ട് ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. This root is called as taproot. Other small roots are growing from this root, aren't they? അപ്പോൾ ഈ കട്ടിയുള്ള റൂട്ട് സിസ്റ്റത്തെ നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്നാണ് വിളിക്കുക. അതായത് റെറ്റിക്കുലേറ്റ് വിനേഷനുള്ള പ്ലാന്റ്സിന് ഉണ്ടായിരിക്കുന്ന റൂട്ട് സിസ്റ്റമാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇസ് ദർ എ ലാർജ് മെയിൻ റൂട്ട് ഇൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് ദ ഗ്രാസ് പ്ലാന്റ്? ഒരു ഗ്രാസ് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ, ഒരു പുല്ലിന്റെ ഏതെങ്കിലും ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിന് മെയിനായിട്ടുള്ള, നമ്മളുടെ ജാക്ക് ഫ്രൂട്ടിലൊക്കെ കാണുന്ന പോലെ മെയിനായിട്ടുള്ള ഒരു വലിയ റൂട്ട് ഉണ്ടോ? നോ, ഇല്ല അല്ലേ. A taproot system is a root system consisting of a taproot growing downwards from the base of the stem and branching roots growing from it. You can see the taproot system in mango trees and jackfruit trees. Fibrous root system is one in which many fiber-like roots grow from the base of the stem. Plants belonging to the grass family have a fibrous root system.
ഇപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിൽ മെയിനായിട്ടൊരു കട്ടിക്കുള്ള ഒരു റൂട്ട് ഉണ്ടായിരിക്കും. ആ റൂട്ടിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചുകൾ പോലെ മറ്റ് ചെറിയ ചെറിയ റൂട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് മാംഗോ ട്രീയിലും ജാക്ക് ഫ്രൂട്ട് ട്രീയിലും ഒക്കെയാണ്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ റൂട്ടിൻ്റെ ടിപ്പിൽ നിന്ന് ഒരുപാട് ഫൈബർ ലൈക്ക് നാരുകൾ പോലുള്ള റൂട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക. അധികം കട്ടിയില്ലാത്ത ഫൈബർ ലൈക്ക് റൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത്തരത്തിലുള്ള റൂട്ട് സിസ്റ്റത്തെ നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. Examine the leaves of the plants in your surroundings and list the venation and the taproot and the root system. ഇനി കുറച്ച് പ്ലാന്റുകൾ എടുക്കുക. ആ പ്ലാന്റ്സിലുള്ള വിനേഷൻ ഏതാണ്, അതുപോലെ റൂട്ട് സിസ്റ്റം ഏതാണെന്ന് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ടേബിളിൽ അത് തന്നിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട പ്ലാന്റ്സ് ഗ്രീൻ ഗ്രാം, ഗ്രാസ്, ജാക്ക് ഫ്രൂട്ട് ട്രീ, കോക്കനട്ട് ട്രീ തുടങ്ങിയവയാണ്. ആദ്യത്തെ പ്ലാന്റ് ഗ്രീൻ ഗ്രാം ആണ്. അതിലെ വിനേഷൻ റെട്ടിക്കുലേറ്റ് വിനേഷൻ ആണ്. റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. സെക്കൻഡ് പ്ലാന്റ് ഗ്രാസ് ആണ്. അതിലെ പാരലൽ വിനേഷൻ ആണ്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് ഉള്ളത്. തേർഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്. അതിലെ വിനേഷൻ റെട്ടിക്കുലേറ്റ് വിനേഷൻ ആണ്. ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് ഉള്ളത്. നെക്സ്റ്റ് കോക്കനട്ട് ട്രീ ആണ്. അതിലെ വിനേഷൻ പാരലൽ ആണ്. റൂട്ട് സിസ്റ്റം ഫൈബ്രസ് ആണ്. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വിനേഷൻ ആൻഡ് ദ റൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റവും വിനേഷനും തമ്മിലുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ മക്കളെ? യെസ്, ഉണ്ട്. റെട്ടിക്കുലേറ്റ് വിനേഷനുള്ള പ്ലാന്റ്സിനൊക്കെ ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. പാരലൽ വിനേഷനുള്ള പ്ലാന്റ്സിനൊക്കെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. Other types of roots. Although roots are usually grown from the radicle, some roots are formed from stems, branches, etc. They are prop root, stilt root and clinging roots. സാധാരണയായിട്ട് റൂട്ടുകൾ റാഡിക്കിൽ നിന്നാണ് അല്ലേ ഒറിജിനേറ്റ് ചെയ്യാറ്. എന്നാൽ ചില പ്ലാന്റ്സിന് റാഡിക്കിൽ നിന്നല്ലാതെ സ്റ്റെമ്മിൽ നിന്നോ ബ്രാഞ്ചിൽ നിന്നോ ഒക്കെ റൂട്ട്സ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള റൂട്ട്സിന് എക്സാമ്പിൾസ് ആണ് പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട്, ക്ലിങ്ങിങ് റൂട്ട് തുടങ്ങിയിട്ടുള്ളവ. Pneumatophores are a special kind of root found in mangroves. The tips of these roots rise from the soil into the atmosphere. They are known as breathing roots as they help in the exchange of gases. അപ്പോൾ നമ്മളുടെ മാൻഗ്രോവ്സിലൊക്കെ കണ്ടൽ കാടുകളിലൊക്കെയുള്ള റൂട്ട്സ് ന്യൂമാറ്റോഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇതിന്റെ ടിപ്പ് സോയിലിൽ നിന്ന്, മണ്ണിൽ നിന്ന് നേരെ മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന രീതിയിലാണുള്ളത്. അതായത് വെള്ളത്തിലൂടെ നേരെ മുകളിലേക്ക് വളർന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കാണുന്ന രീതിയിലാണ് ഇതിന്റെ ടിപ്പ് ഉള്ളത്. അപ്പോൾ ഇത് അതിന് എന്തിനാണ് അത്തരത്തിൽ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്? ഗ്യാസസ് എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ട്, പ്ലാന്റ്സിന് റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട്സ് ഇങ്ങനെയുള്ളത്. ഈ ഗ്രൂപ്പ് ഓഫ് റൂട്ട്സ് ന്യൂമാറ്റോഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിവിടെ പ്രൊപ്പ് റൂട്ടിനും സ്റ്റിൽറ്റ് റൂട്ടിനും ക്ലിങ്ങിങ് റൂട്ടിനും ന്യൂമാറ്റോഫോഴ്സിനും എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നോക്കൂ, പ്രൊപ്പ് റൂട്ട്സ് മേലെ നിന്ന് ബ്രാഞ്ചിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട് അല്ലെ. സ്റ്റിൽറ്റ് റൂട്ടും അതുപോലെ തന്നെ സ്റ്റെമ്മിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. ക്ലിങ്ങിങ് റൂട്ട് എന്ന് പറയുമ്പോൾ ഒട്ടിപ്പിടിച്ച ആ തടിയിൽ ഒട്ടിപ്പിടിച്ചാണ് വളർന്നിട്ടുള്ളത്. ന്യൂമാറ്റോഫോഴ്സ് താഴെ നിന്ന് മുകളിലേക്ക് കണ്ടല്ലോ. Next, monocot plants and dicot plants. Observe the pictures and write the differences in root, leaf, stem and number of cotyledons in group 1 and group 2. ഇതിൽ നമുക്ക് രണ്ട് ഗ്രൂപ്പ് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലുള്ള പ്ലാന്റ്സിന്റെ റൂട്ടില്, ലീഫില്, സ്റ്റെമ്മിലുള്ള അതുപോലെ നമ്പർ ഓഫ് കോട്ടിലിഡൻസിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രൂപ്പ് 1ലുള്ള പ്ലാന്റ് കോക്കനട്ട് ആണ്. കോക്കനട്ടിന്റെ റൂട്ട് ഫൈബ്രസ് റൂട്ടാണ്. സ്റ്റെം അൺബ്രാഞ്ചഡ് ആണ്, അതായത് കമ്പുകളോ ശിഖരങ്ങളോ ഒന്നും ഇല്ലാത്ത സ്റ്റെം ആണുള്ളത്. ലീഫ് പാരലൽ വിനേഷൻ ആണ്. നമ്പർ ഓഫ് കോട്ടിലിഡൻസ് 1 ആണ്. ഇനി ഗ്രൂപ്പ് 2ലുള്ള പ്ലാന്റ് ജാക്ക് ഫ്രൂട്ട് ആണ്. ജാക്ക് ഫ്രൂട്ടിന്റെ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. പിന്നെ സ്റ്റെം ബ്രാഞ്ചഡ് ആണ്, ശിഖരങ്ങളൊക്കെയുള്ള സ്റ്റെം ആണ്. വിനേഷൻ റെട്ടിക്കുലേറ്റ് വിനേഷൻ ആണ് ലീഫ്. അതുപോലെ നമ്പർ ഓഫ് കോട്ടിലിഡൻസ് 2 ആണ്. Plants shown in the figure 4.13 have only one cotyledon. Such plants are called monocot plants. What can we call plants with two cotyledons? അതായത് ഒരു കോട്ടിലിഡൻ ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ മോണോകോട്ട് പ്ലാന്റ്സ് എന്നാണ് വിളിക്കുക. 2 കോട്ടിലിഡൻസ് ആണെങ്കിൽ ഡൈകോട്ട് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു. Fibrous root, unbranched stem and leaves with parallel venation are the characteristics of monocot plants. അപ്പോൾ മോണോകോട്ട് പ്ലാന്റിന്റെ പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് ആണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, അൺബ്രാഞ്ച്ഡ് സ്റ്റെം ആയിരിക്കും, അതായത് കമ്പുകളും ശിഖരങ്ങളും ഒന്നും ഇല്ലാത്ത തടിയായിരിക്കും, പിന്നെ പാരലൽ വിനേഷൻ ആയിരിക്കും ലീവ്സ് ഉണ്ടായിരിക്കുക. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളുടെ കോക്കനട്ട് ഒക്കെ കേട്ടോ. ഡൈക്കോട്ട് പ്ലാന്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ടാപ്പ് റൂട്ട് സിസ്റ്റം, ലീവ്സ് വിത്ത് റെട്ടിക്കുലേറ്റ് വിനേഷൻ അലോങ് വിത്ത് ബ്രാഞ്ച്ഡ് സ്റ്റെം. ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, റെട്ടിക്കുലേറ്റ് വിനേഷൻ ആയിരിക്കും ലീവ്സ്, അതുപോലെ ബ്രാഞ്ച്ഡ് സ്റ്റെം ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ മാംഗോ ട്രീയും ജാക്ക് ഫ്രൂട്ട് ട്രീയും ഒക്കെ.
can see some plants in our surroundings which do not show any such relationship between root and leaf. Taro and yam are examples. അപ്പോൾ നമ്മൾ കോമൺലി പഠിച്ചു റൂട്ടും ലീഫും തമ്മിൽ എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ പാരലൽ വിനേഷനും ടാപ്പ് റൂട്ട് ആണെങ്കിൽ റെട്ടിക്കുലേറ്റ് വിനേഷനുമാണ് നമ്മൾ പഠിച്ചു. എന്നാൽ ചില പ്ലാന്റ്സിന് ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇത് തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് ടാരോയും യാമും. ഫൈൻഡ് മോർ എക്സാമ്പിൾസ്. അപ്പോൾ നിങ്ങളോട് കുറച്ച് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോമൺലി കാണുന്ന നമ്മളുടെ മണി പ്ലാന്റ്സും ഇതുപോലെ തന്നെയാണ്. ലീഫും റൂട്ടും തമ്മിൽ ബന്ധമൊന്നും കാണാനായിട്ട് സാധിക്കില്ല. To protect from extinction, look at the pictures of plants supposed to be present in many areas and are now decreasing in number. നമുക്കവിടെ ഇന്ത്യൻ പ്രിക്ലി ആഷ്, അതായത് മുള്ളിനത്തിൻ്റെയും അതുപോലെ തുമ്പയുടെയും പിക്ചർ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, എക്സ്റ്റൻഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ആദ്യകാലത്തൊക്കെ ഒരുപാട് നമുക്ക് ഈ പ്ലാന്റ്സ് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് ഇതിന്റെ നമ്പർ ഡിക്രീസ് ആയി വരികയാണ് ചെയ്യുന്നത്. സോ ഈ പ്ലാന്റ്സ് ഒക്കെ എക്സ്റ്റൻഷൻ നേരിടുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ്. Which plants are in decline in your locality like this? Make a list of such plants. അപ്പം നിങ്ങളുടെ പ്രദേശത്ത് ഇതുപോലെ എക്സ്റ്റൻഷൻ നേരിടുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പേര് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോമൺലി നമ്മളുടെ കേരളത്തിൽ നോക്കുമ്പോൾ എക്സ്റ്റൻഷൻ നേരിടുന്ന പ്ലാന്റ്സിൽ പെട്ടതാണ് നിംഫോയിഡ്സ്, മാക്രോസ്പെർമും പിന്നെ റൊട്ടാല മലബാറിക്കയും കേട്ടോ. നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ. എക്സ്റ്റൻഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഓർഗാനിസം and their disappearance from the earth. Major reason for this is the destruction of the natural habitat of the organism. To save organisms from extinction, their natural habitats must be protected. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഏതെങ്കിലും ഒരു പ്രത്യേക സ്പീഷീസിൽ പെട്ട ഓർഗാനിസം വെദർ ഇറ്റ് ഈസ് ആനിമൽ ഓർ പ്ലാന്റ്, ഓക്കെ, അതിന്റെ എണ്ണത്തിൽ കുറവ് വരികയും ഗ്രാജുവലി നമ്മളുടെ ഭൂമിയിൽ നിന്ന് അത് ഡിസപ്പിയർ ആവുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഫിനോമിനയെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റൻഷനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പ്രകൃതിദത്തമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളൊക്കെ, നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ഒക്കെ ഇല്ലാതാവുന്നത് കൊണ്ടാണ്. അത് നമ്മളുടെ കുന്നിടിക്കലും വയൽ നികത്തലും മലകൾ ഇടിച്ചു നിരത്തലും അതുപോലെ വനനശീകരണവും എല്ലാം അതിൽ പെടുന്നതാണ്. പിന്നെ ഈ ഓർഗാനിസത്തെ ഒക്കെ എക്സ്റ്റൻഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ സേവ് ചെയ്യുക എന്നതിന് ആകെ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആകെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അതെന്താണ്, വി മസ്റ്റ് പ്രൊട്ടക്ട് അവർ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ്. നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഹാബിറ്റാറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ഇനി നമുക്ക് ലെറ്റസ് ആസ് ക്വസ്റ്റ്യൻസ് നോക്കാം. Question 1, what is the change in the size of the cotyledon when the seeds begin to germinate? What is the reason for this? ഒരു വിത്ത് മുളയ്ക്കുന്ന സമയത്ത് അതിന്റെ കോട്ടിലിഡൻസിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മാറ്റം മക്കളെ? When seeds start to germinate, the cotyledons often swell as they absorb water and nutrients. വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കോട്ടിലിഡൻസ് എന്താവും, ഒന്നുകൂടെ സ്വെല്ലാവും, വീർത്തു വരും. As the plant grows, it shrinks and eventually withers away because it stored nutrients and used up to support the young seedling. എന്നാൽ പ്ലാന്റ് കുറച്ചുകൂടെ വലുതായി വരുന്ന സമയത്ത് അതിന്റെ ഒന്ന് ഷ്രിങ്ക് ആവും, ചുരുങ്ങും. കാരണം എന്താണ്, അതിലുള്ള വാട്ടറും മിനറൽസും ന്യൂട്രിയൻസ് ഒക്കെ ഈ പ്ലാന്റിന്റെ ലീവ്സിലേക്കും സ്റ്റെമ്മിലേക്കും എത്തിച്ചു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അത് വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇത് ഷ്രിങ്ക് ആവുന്നത്. Question 2, classify the different plants you see around according to the method of germination from seed, stems, root and leaf. അപ്പോൾ നമ്മൾ പഠിച്ചു പല പ്ലാന്റ്സും പല പ്ലാന്റിന്റെ പല പാർട്ടിൽ നിന്നാണ് ജെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്ലാന്റിന്റെ സീഡിൽ നിന്ന്, സ്റ്റെമ്മിൽ നിന്ന്, റൂട്ടിൽ നിന്ന്, ലീഫിൽ നിന്നും ഈ 4 പാർട്ടിൽ നിന്നും ജെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്ലാന്റ്സിനെ തരം തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഫ്രം റൂട്ട് നോക്കാം. റൂട്ടിൽ നിന്നുള്ളതിന് എക്സാമ്പിൾസ് ആണ് ക്യാരറ്റ്സ്, സ്വീറ്റ് പൊട്ടാറ്റോസ്, ഡാലിയാസ്, ജാസ്മിൻ തുടങ്ങിയിട്ടുള്ളവയൊക്കെ. നെക്സ്റ്റ് ഫ്രം സ്റ്റെം, ഹിബിസ്കസ്, റോസ്, ഗ്രേപ്സ്, പൊട്ടാറ്റോ എക്സെട്ര ഒരുപാടുണ്ട് കേട്ടോ സ്റ്റെമ്മിൽ നിന്ന്. ദെൻ നെക്സ്റ്റ് ഫ്രം ലീഫ്, നിശാഗന്ധി, ഇലമുളച്ചി. ഫ്രം സീഡ്, സൺഫ്ലവർ, ടൊമാറ്റോ, ബീൻസ്, വീറ്റ്, റൈസ്, ആപ്പിൾ, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. Question 3, complete the table given below. നമുക്ക് താഴെ മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സലും അതിന്റെ അഡാപ്റ്റേഷൻസ് എന്താണ് എന്നാണ് തന്നിട്ടുള്ളത്. സോ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് അഡാപ്റ്റേഷൻ തന്നിട്ടുണ്ട്, ഫ്ലഷി പാർട്സ് ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ക്ലിങ് ടു അതർ തിങ്സ്. അപ്പോൾ അത് എന്താണ്, അതിന്റെ മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് ത്രൂ ആനിമൽസ് ആണ്. അതായത് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെയുള്ള ഒരു
മെത്തേഡാണ് എന്ത്, അതുകൊണ്ടാണ് ഫ്ലഷി പാർട്സ് ഒന്നും തന്നിട്ടില്ല കേട്ടോ. പറ്റിയസ് ത്രൂ ആനിമൽസ് ആണ്. നെക്സ്റ്റ് അഡാപ്റ്റേഷൻ, ദ വെയിറ്റ് ഓഫ് ദ സീഡ് ഈസ് ലെസ്, ഹെയർ ലൈക്ക് പാർട്സ് ടു ഫ്ലൈ. സീഡിന്റെ വിത്തിന്റെ വലുപ്പം സൈസ് വെയിറ്റ് കുറവായിരിക്കും, അതുപോലെ പറക്കാൻ സാധിക്കുന്ന രീതിയിൽ ഹെയർ ലൈക്ക് പാർട്സ് ഉണ്ട്. സോ മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ത്രൂ വിൻഡ് ആണ്. നെക്സ്റ്റ് ത്രൂ വാട്ടർ മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ആണ്. ഇതിന്റെ അഡാപ്റ്റേഷൻ എന്താണ്, ഈവൺ ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻ ദ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റോട്ട്. അത് കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും അത് റോട്ടായി പോവില്ല, നശിച്ചു പോവില്ല. നെക്സ്റ്റ് ബൈ ബേഴ്സ്റ്റിംഗ് ആണ്. അഡാപ്റ്റേഷൻ വരുന്നത് എന്താണ്, when the fruit ripens the outer shell splits open and the seeds are scattered outside. ഫ്രൂട്ട് ഒന്ന് മെച്ചൂർഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പുറന്തോട് പൊട്ടിയിട്ട് അതിനുള്ളിലുള്ള സീഡ് എന്താണ് പൊട്ടിത്തെറിച്ച് പോവുകയാണ്. സോ അതാണ് ആ സീഡ് ഡിസ്പോസലിൻ്റെ മെത്തേഡാണ് ബൈ ബേഴ്സ്റ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്